കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീം 2025 റാങ്ക് ലിസ്റ്റ് കേരള ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഈ വർഷം CBSE സിലബസ് പ്രകാരം +2 പരീക്ഷ എഴുതിയ കീം പരീക്ഷ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്ന നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് കീമിൽ സംഭവിച്ചിട്ടുള്ളത്? ഇത് വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമുക്ക് വിശദമായി നോക്കാം. നമുക്കാദ്യം ഈ വർഷത്തെ കീം നടപടിക്രമങ്ങളുടെ സമയക്രമം ഒന്ന് പരിശോധിക്കാം. ഫെബ്രുവരി 19 പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചിരുന്നത്. മാർച്ച് 10 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം നൽകി. ഏപ്രിൽ 23, 29 കാലയളവിനിടയിൽ പരീക്ഷ നടന്നു. മെയ് 14 മാർക്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. ഇതുവരെയുള്ള കാര്യങ്ങൾ സാധാരണ മുൻ വർഷങ്ങളെപ്പോലെ തന്നെ കൃത്യമായി നടന്നു. എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പിന്നെയും 1.5 മാസം കഴിഞ്ഞ് ഈ മാസം 1-ാം തീയതി അഥവാ ജൂലൈ 1 മാത്രമാണ്. ഈ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കീം പരീക്ഷ കോടതി റദ്ദാക്കിയിട്ടില്ല. പരീക്ഷാ നടത്തിപ്പ്, ചോദ്യപേപ്പറിലെ പ്രശ്നങ്ങൾ തുടങ്ങി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ആക്ഷേപങ്ങളോ പരാതികളോ ഇല്ലാത്തതിനാൽ പരീക്ഷ റദ്ദാക്കും എന്ന ആശങ്കയ്ക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുമോ എന്നതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയുമില്ല. എന്നാൽ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ നടപടിയിലൂടെ പ്രധാനമായും 2 തരം പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കാനിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും സമയക്രമം, പ്രവേശന നടപടിക്രമങ്ങൾ വൈകിയേക്കാം എന്നതാണ്. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ നടപടിക്കെതിരെ നിലവിൽ തന്നെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഈ അപ്പീലിൽ സർക്കാരിന് അനുകൂലമായാണ് വിധി വരുന്നത് എങ്കിൽ സ്വാഭാവികമായും നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നവർ, കോടതിയെ സമീപിച്ചിരുന്നവർ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുന്ന സമയം സ്വാഭാവികമായും നിയമ നടപടികൾ നീണ്ടുപോവുകയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വീണ്ടും വൈകുകയും ചെയ്യും. ഇനി സർക്കാരിന് എതിരെയാണ് തീരുമാനം വരുന്നത് എങ്കിൽ കേരള സർക്കാരും ഒരുപക്ഷെ സുപ്രീം കോടതിയെ സമീപിക്കാനിടയുണ്ട്. ഇങ്ങനെ നിയമ നടപടികൾ തുടർന്നു പോകുന്നത് പ്രവേശന നടപടിക്രമങ്ങളെ വൈകിപ്പിക്കുകയും അത് ഫലത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യയന വർഷത്തിലെ ആദ്യ സമയങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 5 മാസത്തോളം വിദ്യാർത്ഥികൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നടക്കുന്ന കോഴ്സുകളിൽ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതുകൂടെ നമ്മൾ ഓർക്കണം. മാത്രവുമല്ല, ഓഗസ്റ്റ് 14 മുമ്പായി പ്രവേശന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഓഗസ്റ്റ് 14 മുമ്പായി പ്രവേശന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്ന പക്ഷം സർക്കാരിന് AICTEയിൽ നിന്നും വീണ്ടും അതിന് പ്രത്യേക അനുമതി വാങ്ങിക്കുക പോലെയുള്ള കാര്യങ്ങളിലേക്കും കടക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വരികയാണെങ്കിൽ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച പല വിദ്യാർത്ഥികളും റാങ്കിൽ വളരെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അവർ പ്രതീക്ഷിച്ച കോളേജുകൾ അവർക്ക് ലഭിക്കില്ല എന്നതിനാൽ അത് കുട്ടികളിൽ വലിയ മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചേക്കാം. ഇങ്ങനെ സംഭവിക്കുമ്പോഴും നേരത്തെ റാങ്ക് ലിസ്റ്റിൽ താഴെ ഉണ്ടായിരുന്ന പല കുട്ടികളും ഒരുപക്ഷെ റാങ്കിങ്ങിൽ മുകളിലേക്ക് വരാനുള്ള സാധ്യത കൂടെ മറുപുറത്തുണ്ട് എന്നതും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇങ്ങനെ സമയക്രമം വൈകുമ്പോൾ തങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾ, രക്ഷിതാക്കളും ഒക്കെ പലപ്പോഴും പാനിക്കാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി സ്വാശ്രയ കോളേജുകളിൽ നേരത്തെ തന്നെ സമീപിക്കുകയും അവിടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാം. ഇങ്ങനെ സാമ്പത്തികമായും മാനസികമായും ഒക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് പലരും എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനമായും നമ്മൾ കാണുന്ന പ്രശ്നം. യഥാർത്ഥത്തിൽ അപേക്ഷ ക്ഷണിക്കുമ്പോൾ സർക്കാർ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്ന മാനദണ്ഡപ്രകാരമല്ല റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നതാണ് ഇപ്പോഴത്തെ ഈ നടപടിക്ക് കാരണം. റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്നതുകൂടെ നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, റാങ്ക് ലിസ്റ്റിന് റാങ്ക് തയ്യാറാക്കുന്നതിന് പരിഗണിക്കുന്നത് കീം എൻട്രൻസ് എക്സാമിലെ, കീം പരീക്ഷയിലെ മാർക്കും അതുപോലെ +2-ന് 12ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് ലഭിച്ച മാർക്കും 50:50 എന്ന അനുപാതത്തിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്.
എന്നാൽ ഇതിലൊരു പ്രശ്നം, വിവിധ ബോർഡുകളിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് +2-ന് പല നിലവാരത്തിലുള്ള ചോദ്യങ്ങളും പരീക്ഷകളുമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു അന്തരം പരിഹരിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശത്തെ തുടർന്ന് 2011 മുതൽ നമ്മൾ സ്വീകരിച്ചു വരുന്ന, കഴിഞ്ഞ 14 വർഷങ്ങളായി നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ കുട്ടികളുടെ മാർക്ക് വിധേയമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതുവരെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി കുട്ടികളുടെ മാർക്ക് കണക്ക് കൂട്ടിയിരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ കുട്ടികൾക്ക് ലഭിച്ച മൊത്തം വിദ്യാർത്ഥികളും വാങ്ങിയ മാർക്കിനെ അടിസ്ഥാനമാക്കി ആ മാർക്കിൽ നിന്നും കുട്ടികൾക്ക് എത്രമാത്രം വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഗ്ലോബൽ മീൻ പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളുടെ മാർക്ക് കഴിഞ്ഞ 14 വർഷങ്ങളിലും തയ്യാറാക്കിയിരുന്നത്. നമുക്കറിയാം, കേരള സിലബസിൽ പലപ്പോഴും കുട്ടികൾക്ക് മാർക്ക് വാങ്ങുക എളുപ്പമാണ് എന്നും CBSEയിൽ എന്നാൽ മുഴുവൻ മാർക്ക് അല്ലെങ്കിൽ ഉയർന്ന സ്കോർ ലഭിക്കുക താരതമ്യേന പ്രയാസമാണ് എന്നും നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഈ സ്റ്റാൻഡേർഡൈസേഷൻ വഴി പരിഹരിക്കാം എന്ന കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ ഇതുവരെ നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ ഇങ്ങനെ സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരുമ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് 15 മുതൽ 20% വരെ കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന വിമർശനങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ചില വർഷങ്ങളിലായി ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ നമ്മുടെ മന്ത്രി തന്നെ പറയുകയുണ്ടായി, 35 മാർക്കോളം സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന്. അഥവാ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ബ്രില്യൻ്റായ, ജീനിയസായ ഒരു കുട്ടിക്ക് ചെയ്യാവുന്ന പരമാവധി എഫേർട്ട് എന്ന് പറയുന്നത് അവർ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മുഴുവൻ സ്കോറും വാങ്ങുക എന്നതാണ്. ഇങ്ങനെ വാങ്ങിയ കുട്ടികൾക്കും സ്റ്റാൻഡേർഡൈസേഷൻ നടത്തി കഴിയുമ്പോൾ തങ്ങളുടെ മാർക്കിൽ കുറവ് വരുന്നു എന്നത് അത്തരം കുട്ടികളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് എന്നതിൽ സംശയമില്ല. ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും അവർ പഠനം നടത്തി 3 പരിഹാര മാർഗങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. ആ 3 മാർഗങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല. അതിൽ തമിഴ്നാട് സർക്കാരെല്ലാം സ്വീകരിച്ചു വരുന്ന മാർക്ക് ഏകീകരണ രീതിയാണ് ഇത്തവണ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഉദാഹരണത്തിന് ഈ തവണ ചെയ്തിട്ടുള്ളത്, ഓരോ സിലബസിലും ആ സിലബസിൽ ഒരു കുട്ടി നേടിയിട്ടുള്ള പരമാവധി മാർക്ക് എത്രയാണ് എന്ന് കണക്കിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കുട്ടികളുടെ മാർക്ക് കൂടെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത്തവണ നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കൊരു ഉദാഹരണത്തിന്, മാത്തമാറ്റിക്സിൽ ഒരു ബോർഡ് പരീക്ഷ പ്രകാരം ഒരു പരമാവധി വാങ്ങിയിട്ടുള്ള, ഈ വർഷം കുട്ടികൾ വാങ്ങിയിട്ടുള്ള പരമാവധി മാർക്ക് 90 എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കുട്ടികളുടെ മാർക്കും ഈ 90ലേക്ക് 90നെ മാക്സിമം മാർക്കായി കണക്കിലാക്കിക്കൊണ്ട് ക്രമീകരിക്കുക എന്ന രീതിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 90 മാർക്ക് വാങ്ങിയ കുട്ടിയുടെ മാർക്ക് 100 മാർക്കായി, അഥവാ 100% മാർക്കായി കണക്കിലെടുക്കും. വേറൊരു കുട്ടിക്ക് 80 മാർക്കാണ് ലഭിച്ചതെങ്കിൽ 80/90 80/90 × 100 എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് മുഴുവൻ കുട്ടിയുടെ മാർക്ക് അതടിസ്ഥാനത്തിൽ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടി ആ ബോർഡ് എക്സാം വളരെ ടഫായിരുന്നിട്ട് പോലും അവൻ്റെ ഒരു ബ്രില്യൻസി കൊണ്ട് മുഴുവൻ മാർക്കും വാങ്ങിക്കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കെല്ലാവർക്കും ബിലോ ആവറേജ് മാർക്ക് മാത്രമാണ് ലഭിച്ചത് എങ്കിൽ പോലും ഇത്തരം സ്റ്റാൻഡേർഡൈസേഷൻ്റെ അല്ലെങ്കിൽ നോർമലൈസേഷൻ്റെ മാർക്ക് സമീകരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല എന്നൊരു പ്രശ്നം കേവലം ഒരു കുട്ടിയുടെ മാർക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ഇക്വേഷൻ വർക്കൗട്ടാകുന്നത് എന്നതുകൊണ്ട് ഇതിൽ ഒരു നീതികേടിൻ്റെ പ്രശ്നമുണ്ട് എന്ന വിമർശനങ്ങളും ഈ രീതിക്ക് എതിരെ നിലനിൽക്കുന്നുണ്ട്. അഥവാ ഇതൊരു കുറ്റമറ്റ സമ്പ്രദായമല്ല എന്നർത്ഥം. മാത്രവുമല്ല, തമിഴ്നാടുമായി സമീകരിക്കുന്നതിൽ മറ്റൊരു പ്രശ്നമുള്ളത്, തമിഴ്നാട് എൻട്രൻസ് പരീക്ഷകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നടത്തുന്നില്ല എന്നതുകൂടെയാണ്. ഇതാണ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന പ്രശ്നം. എന്നാൽ ഈ വിഷയത്തിൻ്റെ മെറിറ്റുകളിലേക്കൊന്നും നിലവിൽ കോടതി പോയിട്ടില്ല. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം, കളി തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിയമം മാറ്റുന്നത് നീതീകരിക്കാനാവില്ല, അത് നിയമപരമല്ല എന്നതാണ്. അഥവാ നേരത്തെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ പ്രോസ്പെക്ടസ് പ്രകാരം എന്ത് മാനദണ്ഡമാണോ ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ
റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണം എന്നതാണ്. ഇങ്ങനെ ഈ മാർക്ക് സമീകരണത്തിൽ മാത്രമല്ല മറ്റൊരു മാറ്റം കൂടെ സർക്കാർ വരുത്തിയിട്ടുള്ളത് ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളുടെ മാർക്കുകൾ നേരത്തെ 1:1:1 എന്ന അനുപാതത്തിൽ, അഥവാ 3നും തുല്യ പ്രാധാന്യത്തോടെയാണ് മാർക്ക് കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഇത്തവണ സർക്കാർ പരിഗണിച്ചിട്ടുള്ളത് മാത്തമാറ്റിക്സിന് 5, അതുപോലെ ഫിസിക്സിന് 3, കെമിസ്ട്രിക്ക് 1 എന്ന രീതിയിൽ 5:3:1 എന്ന അനുപാതത്തിലേക്ക് മാർക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തവണ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പ്ലസ് ടുവിലെ മാർക്ക് പരിഗണിച്ചത്. അതും നേരത്തെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ 2 മാറ്റങ്ങൾ വരുത്തിയത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി നിലവിലെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുകയും പഴയ രീതിയിൽ ഉള്ള മാനദണ്ഡപ്രകാരം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇങ്ങനെ വരുന്ന സമയത്ത് അപേക്ഷ പ്രസിദ്ധീകരിച്ച് 2011 മുതൽ കഴിഞ്ഞ 14 വർഷങ്ങളായി തുടർന്നു വരുന്ന മാനദണ്ഡപ്രകാരം തന്നെ അപ്പീൽ കോടതികളും സർക്കാർ പറയുന്നതിന് വിരുദ്ധമായി ഇങ്ങനെ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്ന് ഉത്തരവിറക്കുന്ന പക്ഷം സർക്കാർ സ്വാഭാവികമായും പഴയ രീതിയിൽ തന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നിർബന്ധിതരാകും. ഇങ്ങനെ വരുമ്പോൾ കാലങ്ങളായി നിലനിൽക്കുന്ന മറ്റൊരു സംവാദം വീണ്ടും സജീവമാകും. അഥവാ സ്റ്റേറ്റ് സിലബസിനാണോ CBSE രീതിയിലുള്ള പഠനത്തിനാണോ അതടിസ്ഥാനത്തിലുള്ള സ്കൂളിംഗ് സിസ്റ്റമാണോ കൂടുതൽ ഗുണനിലവാരമുള്ളത് എന്ന ചർച്ച കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. അത് വീണ്ടും സജീവമാകും എന്നതാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു ചർച്ച എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം ഇത്തവണയും ഈ പറഞ്ഞ രീതിയിൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിൽ ഇത്തവണ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷവും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായി ഉണ്ടായിരുന്ന സാഹചര്യത്തെ ദൂരീകരിച്ചു കൊണ്ടുള്ള രീതിയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴും ആദ്യ 100-ൽ 43 പേർ മാത്രമാണ് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതുകൂടെ നമ്മൾ കാണണം. 55 വിദ്യാർത്ഥികൾ CBSE സിലബസ് പ്രകാരം പഠിച്ച വിദ്യാർത്ഥികളാണ്, 2 പേർ ICSE സിലബസ് പ്രകാരം. അപ്പോൾ മാത്രവുമല്ല, നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരായിരിക്കും പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക എന്നതുകൂടെ നമ്മൾ ഇതോട് ചേർത്ത് വായിക്കണം. ഇങ്ങനെ വരുമ്പോൾ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ചർച്ച ഇനി പുതിയ രീതിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പ്രൊപ്പോർഷൻ ഇനിയും കുറയാനുള്ള സാധ്യത ഉയർന്ന റാങ്കുകളിൽ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് വലിയൊരു ചർച്ചയാവുകയും കമ്പാരിസൺ വെക്കപ്പെടുകയും ചെയ്യും. അതിലൂടെ പുതിയൊരു സംവാദം കൂടെ കേരളത്തിൽ സജീവമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴും മറുപുറത്തുള്ള ഒരു വിമർശനം കേവലം എൻട്രൻസ് പരീക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിൽ ലഭിച്ച പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു പാഠ്യപദ്ധതിയെ വിലയിരുത്തേണ്ടതെന്നും അത് കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള മറ്റു ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാവണം എന്നൊക്കെയുള്ള മറുവാദങ്ങളും ഇതോടൊപ്പം ഉയർന്നു വരും. ഏതായാലും വിദ്യാർത്ഥികൾ ഈ സമയക്രമവുമായി ബന്ധപ്പെട്ട് സർക്കാർ റാങ്ക് ലിസ്റ്റ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റം വൈകിയതുകൊണ്ട് ഇതിലെ സമയക്രമത്തിലെ അപാകതകൾ കൊണ്ട് തീർച്ചയായും വിദ്യാർത്ഥികൾ ചെറിയ രീതിയിലെങ്കിലും ആശയക്കുഴപ്പത്തിലാവുകയും അവർ ചെറിയ രീതിയിലെങ്കിലും സമ്മർദ്ദങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം തീർത്തും ദൗർഭാഗ്യകരമാണ്. ഈ നിയമ നടപടികൾ നീണ്ടുപോകുന്ന പക്ഷം വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടിക്രമങ്ങൾ വൈകുകയും വിദ്യാർത്ഥികളുടെ അക്കാദമിക് ഇയർ നഷ്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിലെ ഏതാനും മാസങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്നതും ദൗർഭാഗ്യകരമാണ്. ഇതിനിടയിലും ഈ ഒരു പുതിയ സംവാദം നമ്മുടെ വിദ്യാർത്ഥികളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്നൊരു സംവാദമായി വികസിക്കും എന്നൊരു പ്രതീക്ഷയോടെ, ഒരു പ്രത്യാശയോടെ നമുക്ക് ഈ പ്രശ്നം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം ആശങ്കകളെ എളുപ്പം ദൂരീകരിക്കുന്ന രീതിയിൽ പരിഹാരമാകട്ടെ എന്ന് പ്രത്യാശിക്കാം.